ഹായ് ഹലോ, ഇന്നൊരു പൊട്ടറ്റോ ക്യാപ്സിക്കം മസാലയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വെച്ചു. ഒരു വലിയ ക്യാപ്സിക്കം, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. അത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഈ പൊട്ടറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഓയിൽ ഒഴിക്കാം. ആ പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാം. ഇനി അതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. പൊട്ടറ്റോ ഒന്ന് വെന്തും കിട്ടണം, ഒന്ന് ഫ്രൈ ആയി വരണം ചെറുതായിട്ട്. ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. ഇനി അതിൽ തന്നെ ഈ ക്യാപ്സിക്കം അരിഞ്ഞത് കൂടി ഇട്ടൊന്ന് ഫ്രൈ ആക്കണം. അതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതുമായി വന്നിട്ടുണ്ട്. ഇനി അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിന് മസാല തയ്യാറാക്കുന്നതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഓയിൽ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു. 1 ടീസ്പൂൺ ജീരകം ഇട്ടു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഓരോ സ്പൂൺ വീതം ചേർക്കാം. അതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും 1 പച്ചമുളകും കൂടി ചേർക്കാം. ആ സവാളയൊക്കെ ഒന്ന് കളർ മാറുന്നത് വരെ ഇനി വഴറ്റിയെടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. സവാളയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ചേർത്തു. ഇനി ആ പൊടിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് തിളയ്ക്കാനായിട്ട് അടച്ചു വെക്കണം. അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോ ചേർക്കാം. ക്യാപ്സിക്കം കൂടി ചേർക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കറിയൊക്കെ ഒന്ന് കുറുകി വരണം. ഇനി പൊട്ടറ്റോ ഒക്കെ ഓൾറെഡി വെന്തതാണ്.
അതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്തു. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇനി ലാസ്റ്റ് ചേർക്കണം. എന്നിട്ട് കറി ഇളക്കിയെടുക്കാം. ഗരം മസാലപ്പൊടി ചേർത്തു. കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടി ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ പൊട്ടറ്റോ ക്യാപ്സിക്കം മസാല റെഡിയായി. ചപ്പാത്തിയുടെ കൂടെ നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ്. ക്യാപ്സിക്കം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു കറിയായിരിക്കും ഇത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.